അപ്പോൾ ഗൈസ് നമ്മൾ ആസിഫ് അലീനെ കാണാൻ വന്ന ടൗണിൽ വരൂ. അപ്പോൾ ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിനടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അച്ഛനുമുണ്ട്, അച്ഛനും നാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള പൂവാണ്. രസമില്ല ഗൈസ് കാണാൻ. പൂവിൻ്റെ ഇതെല്ലാം കുറേ വീഴുന്നു. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്നായിരിക്കും അറിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ മരമുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആരും ഇല്ല. റോഡ് ടൈമിലൊന്നും ഇതാ എൻ്റെ അച്ഛൻ്റെ മുന്നേ പോകുന്ന ഫാനാ പാട്ടാൻ പറഞ്ഞു പോയി. ഫാനോ നോക്കിയിട്ടാക്കാം. അമ്മേ സ്റ്റെപ്പാണ് മണി. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് വരാനായില്ല തോന്നുന്നു. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബസ് ഉണ്ട്. പോളി ടോപ്പ് എന്ന് പറഞ്ഞൊരു ജെഡ് ബാഗാണ്. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വാനം എന്ന് പറഞ്ഞൊരു ജെഡ് ബാഗാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു BMRൻ്റെ വരും. ഗൈസ് ഒരു ബസ് പോയി. മുത്തപ്പൻ എന്ന് പറഞ്ഞ കണ്ണൂരിലുള്ള ഒരു ബസ്സാണ്. കുറേ ആൾക്കാരാണ്. ഇനി അടുത്ത ബസ്സിന് എത്തിയിരുന്നു. അപ്പോൾ ചൂടെടുത്തിട്ട് സാറിന്. അപ്പം ഞാൻ ഈ മോളിൽ എന്ന് പറഞ്ഞൊരു ബസ്സിൽ കയറി. അതിൻ്റെ അകത്ത് നിന്ന് നേരെ നമ്മൾ പയ്യാമ്പലത്തേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തലയാ കമ്മീനെ കൊണ്ട് അടിച്ച് സ്വർഗം കണ്ടിരുന്നു. ഇനി അടുത്തോട്ടോ പോകണം. കുറേ പോയി. നമ്മുടെ പയ്യാമ്പലത്താണ് ആസിഫലി എൻ്റെ ഏച്ചി ഉണ്ട് ആ പ്രോഗ്രാമിൽ. ഇന്നൊരു ഏച്ചി ആസിഫലി ഒന്നിച്ച് കാണാൻ വിചാരിച്ചു. ഗൈസ് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഉള്ളത്. നമ്മൾ ഇത് നെയ് റോസ്റ്റും കട്ട്ലറ്റ് ഓർഡർ ചെയ്തിട്ടാണ്. കാരണം അത്ര ഇത് ചേർന്നില്ലപ്പം അങ്ങനെ നെയ് റോസ്റ്റ് എത്തി. കട്ട്ലറ്റ് എത്തിയില്ല. അതൊന്നും അറിയില്ല. അപ്പം സാമ്പാറിലും ചട്നിയിലും തിന്നാന്ന ടേസ്റ്റ് നല്ലവോ അത് വേർത്തന്നെ. ചായ കിട്ടി. നല്ല ചായയാണ്. സൂപ്പർ ചായ. ഇതിൻ്റെ അപ്പുറത്തുള്ള പ്ലേറ്റ് നോക്കി കാലിയാക്കി മൊത്തം. ഇപ്പം നമ്മൾ ഓട്ടോയിലാണ്. ഓട്ടോയിൽ നമ്മൾ അടുത്തേക്ക് പോകുന്നു. പയ്യാമ്പലം ബീച്ചിൽ. ഇതാണ് കണ്ണൂരിന്റെ ഫുട്ബോളിനോടുള്ള സ്നേഹം. ഒന്നുകൂടെ നമ്മുടെ കണ്ണൂരിന്റെ വാരിയേഴ്സായ കണ്ണൂർ വാരിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ആസിഫ് അലീൻ്റെ ഒപ്പരം ഏച്ചീൻ്റെ ഒപ്പരം ഫോട്ടോ എടുത്ത് ഇത്രേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.